ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 44 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു സ്ട്രെയിറ്റ് കട്ടിങ് 4 ഡക്കുള്ള ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ തുണിയെ ഈ ഒരു ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടി നമ്മൾ 1:10 തുണിയാണ് എടുത്തിരിക്കുന്നത്. 1:10 തുണിയാണ് ഉള്ളത്. സാധാരണ നമ്മൾ ക്രോസ് കട്ടിങ് ബ്ലൗസാണ് ചെയ്യുമെങ്കിൽ നമ്മൾ തുണിയെ നേരെ ഇതുപോലെ പകുതി മടക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. എന്നാൽ നമ്മൾ ഈ ഒരു ബ്ലൗസിന് നമുക്ക് ആവശ്യമുള്ള വീതിയിലുള്ള തുണി മാത്രമാണ് നമ്മൾ മടക്കി എടുക്കുന്നത്. കേട്ടോ, ഇതുപോലെ മടക്കി എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ, ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമ്മൾ ഇതുപോലെ തുണിയെ മടക്കിയെടുക്കുന്നു. നമ്മുടെ താവിൽ കണ്ടോ തുണിയുടെ ക്രോസ് ഒക്കെ കണ്ടോ, അതുപോലെ അത് മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുത്ത് ആ ഒരു പീസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത് ആണ്. ബ്ലൗസിൻ്റെ ലെങ്ത് നമുക്ക് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 16 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ 16 ഇഞ്ചിൽ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ 2 മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. കേട്ടോ, ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3.25 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കും. ഇനി നമ്മൾ വെക്കുന്നത് ഷോൾഡർ ആണ്. ഷോൾഡർ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. കേട്ടോ, അപ്പോൾ ടോട്ടൽ 6.25 ഇഞ്ച്. 3.25 ഇഞ്ച് കഴുത്ത് വൈഡും അതിനുശേഷം 3 ഇഞ്ച് ഷോൾഡറും. അപ്പോൾ ടോട്ടൽ 6.25 ഇഞ്ച്. കേട്ടോ, ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. 6.25 കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 44 ഇഞ്ചാണ്. ആളുടെ ബോഡിയിൽ നിന്നെടുത്ത അളവ് 44 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. നമുക്ക് 48 ഇഞ്ച് കിട്ടും. 48ൻ്റെ 4 12 പ്ലസ് ഒരു 1.25 ഇഞ്ച് തുന്നത്തുണി. നമ്മുടെ ഇടുപ്പളവ് വരുന്നത് 38.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 9.5 ഒരു പോയിന്റും വരും. അതിൻ്റെ കൂടെ നമ്മളൊരു 3/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി അങ്ങനെ 9.5 പോയിന്റും പ്ലസ് 3/4 10.25 പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൂടി മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മളിവിടെ കൈയുടെ ഷേപ്പ് റഗാളിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് നമ്മൾ 1.5 പോയിന്റും ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഇറക്കത്തിന് നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുള്ള 6.25ൻ്റെ നേർപകുതി 3 പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. കേട്ടോ, ഇതുപോലെ റഗാളിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കിക്കൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ബാക്ക് കഴുത്തിന് ഇറക്കം മാർക്ക് ചെയ്യാണ്. അതിനു മുന്നേ നമ്മൾ ഇവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു തുന്നത്തുണിക്ക് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 8 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 7.25 ഒരു മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് 8 ഇഞ്ച് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കഴുത്തിനെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളിത് കട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. കേട്ടോ, ഇതുപോലെ കട്ടിങ് ചെയ്ത് ഇനി നമ്മൾ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കേട്ടോ, അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പീസ് ഇതുപോലെ വെക്കുക. കേട്ടോ, നമുക്ക് അല്പം കൂടി ഡാർട്സിനൊക്കെ വേണ്ടി അല്പം കൂടി നമുക്ക് തുണി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചും കൂടി കൂടുതൽ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു. ഈ ഒരു 1/4 ഇഞ്ച് തുന്നത്തുണി നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് ആ ഒരു 1/4 ഇഞ്ച്. കണ്ടോ, ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിന് ഇവിടെ വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 3.25 ഇഞ്ചാണ് നമ്മൾ വൈഡ് കൊടുത്തത്. അപ്പോൾ 1/4 ഇഞ്ച് ഇപ്പോൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3.5 ഇഞ്ച്. അപ്പോൾ ആ ഒരു 3.5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്.
ടോട്ടൽ കിട്ടേണ്ടത് 3.5 ഇഞ്ചാണ്. 4 ഇഞ്ച് നമ്മുടെ തീര തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണി കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു 4 ഇഞ്ച് കൂടി കൂട്ടി 3.5 ഇഞ്ചാണ് നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് മുകളിൽ വരുന്നത്. ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു ഇവിടെയും. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ആ ഒരു 1.5 ഇഞ്ച് കൂടി വെച്ചിട്ടാണ് നിങ്ങൾ മുകളിലേക്ക് ബാക്ക് പീസിനെ വെക്കേണ്ടത്. നമ്മൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു 3/4 ഇഞ്ചാണ്. നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഡാർട്സ് വരുന്നത്, ബാക്ക് ഡാർട്സ്. നമ്മളിവിടെ 4.5 ഇഞ്ചാണ് ഈ ഒരു ഡാർട്സിൻ്റെ നീളത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു 3/4 ഇഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരയുന്നു. നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി എത്രയാണോ ആ അളവാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. നമുക്ക് 6.5 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ നമ്മൾ ആ ഒരു തുന്നത്തുണി വിട്ടതിന് ശേഷം നമ്മൾ 6.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്ത് കറക്റ്റായി വരുമ്പോഴേക്കും നിങ്ങളുടെ അളവ് കറക്റ്റായി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കഴുത്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് 4.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ സൈഡ് ഭാഗത്തും നമ്മൾ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ബാക്ക് പീസ് എങ്ങനെയാണോ ഉള്ളത് അതേ അളവിൽ തന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു ബാക്ക് പീസ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഷോൾഡറിൻ്റെ മുകളിൽ നിന്നും ഒരു 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ നമ്മുടെ ടാപ്പിനെ നേരെ ഇതുപോലെ കുത്തനെ പിടിക്കുക. ഇതുപോലെ കുത്തനെ പിടിക്കുന്നു. ഇനി നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 10 ഇഞ്ചിലാണ്. ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റ് വരുന്നത്. ഇനി നമ്മൾ 4.5 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കൊടുക്കുന്നു. സൈഡിൽ നമ്മൾ 4.5 കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡോട്ട്സ് ഇടുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു ഡോട്ട്സിൽ കൂടി നമ്മൾ ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ നമ്മുടെ ബാൻഡിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മളൊരു 4 ഇഞ്ച് ആദ്യം ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു 4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത മാർക്കിൽ നിന്ന് നമ്മുടെ ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്നു. 38യുടെ 4/1 ഭാഗം 9 ഒരു പോയിന്റും. എന്നിട്ട് നമ്മൾ ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തുകൊണ്ട് നമ്മൾ മുകളിലേക്ക് നല്ലവണ്ണം ഷേപ്പ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുക. മുകളിലേക്ക് കുറച്ച് അല്പം കൂടുതൽ ഷേപ്പ് കൊടുക്കണം. കാരണം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവിടെ നല്ലവണ്ണം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് വരുമ്പോഴും നമുക്ക് തുന്നത്തുണി കിട്ടുകയുള്ളൂ. നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾ ധരിക്കുന്ന സമയത്ത് നമുക്ക് ഫിനിഷിങ് കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ മെയിൻ ടെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ്. അതിൻ്റെ നേർപകുതി 2 ഭാഗത്തേക്കും 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ വരഞ്ഞ് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ 4 ടക്കുള്ള ബ്ലൗസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ടക്കിന് വേണ്ടി നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ വരയുന്നു. ഈ ഒരു ടക്കിൻ്റെ നീളം നമ്മൾ 3.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ വരയുന്നു. ഇനി നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു 4 ഇഞ്ച് ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഒരു 4 ഇഞ്ച് ഉണ്ടാവും. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. നമ്മുടെ ടെക്കിൻ്റെ മാർക്കിംഗ് ആണ്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളൊരു പീസ് ഈ ഒരു ഫ്രണ്ട് കൈക്കുഴിയുടെ ഇവിടെ നിന്ന് ഈ ഒരു കൂടുതൽ വീതിയിൽ വരുന്ന ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ ഒരു 1.5 ഇഞ്ച് ഇറക്കി വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത്.
കണ്ടോ ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. കണ്ടോ ഇവിടെ വരെ മാത്രമാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ടക്ക് വരുന്നത് ഇവിടെയാണ്, നമ്മുടെ തോൾ ഭാഗത്ത് വരുന്ന ടക്കാണ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഇതാണ് നമ്മുടെ ടക്ക് പോയിന്റ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന് ഒരു ടക്കും കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ആ ഒരു ടക്ക് വരിക. ഈ ഒരു ടക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെ നേരെ വരയാൻ പാടില്ല. കണ്ടോ ഈ ഒരു അളവ് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇവിടെ നിന്ന് ഇതുപോലെ ചെരിച്ച് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടക്ക് കൊടുക്കാറ്. കണ്ടോ നമ്മൾ ഇതുപോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ 4 ടക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ടക്ക് മാർക്കിംഗ് ചെയ്യുന്നത്. കണ്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടോ ഈ ഒരു നമ്മുടെ ബോഡി കട്ട് ചെയ്തതിന് ശേഷം വരുന്നുള്ള രണ്ടാമത്തെ ഭാഗം നമ്മുടെ കരവശമാണിത്. ഇതുപോലെ തുണിയെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. നമ്മുടെ കൈയുടെ ലെങ്ത്തിൻ്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു. കണ്ടോ നമുക്ക് നേരെ പകുതി കണ്ടോ ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. 1/10 തുണിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ നമുക്ക് അല്പം തുണി കുറവുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ കൈയുടെ ലെങ്ത്ത് കിട്ടുവാൻ വേണ്ടി അത് അളവ് കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ താവ് വശം നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് ചെറിയൊരു പീസ് കൊടുത്താൽ മതി. കണ്ടോ ഒരു 1/2 ഇഞ്ച് വീതിയിലുള്ള പീസ് കൊടുത്താലും മതി. കാരണം നമുക്ക് ആ കരഭാഗം കട്ട് ചെയ്ത് മാറ്റാതെ നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈയുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് നമ്മൾ 7.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്നത് തുണിക്ക് വേണ്ടിയാണ്. ഇനി നമ്മുടെ കൈയുടെ ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് അളവിൽ നിന്നാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 44 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ 2 ഇഞ്ച് കുറക്കുന്നു. നമുക്ക് 42 കിട്ടും. 42ൻ്റെ 4 10.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 10.25 ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. നമ്മൾ ഇവിടെ എന്നൊരു 3.5 ഇഞ്ച് ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നു. ഇവിടെയും അതുപോലെ 3.5 കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ നമ്മൾ ഇവിടെ കൈയുടെ താവിലുള്ള ലൂസ് 15 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 7.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു 1.25 ഇഞ്ച് തുന്നത്തുണി കൊടുക്കുന്നു. നമ്മൾ ഇവിടെ ഈ ഒരു കോർണറിൽ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കൊടുത്തുകൊണ്ട് ഉള്ളിലേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുത്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. കണ്ടോ ഇതുപോലെ വരുന്നു. നമ്മൾ ഈ ഒരു അളവ് കണ്ടോ അത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് നമുക്ക് 44 ഇഞ്ചുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ആ ഒരു അളവ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാക്ക് പീസാണ് എടുത്തിരിക്കുന്നത്. ബാക്ക് പീസിൽ നമ്മൾ ആദ്യം നമ്മുടെ ഷോൾഡർ ഭാഗത്ത് തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു ഒരു 1/2 ഇഞ്ച്. ഇത് നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിംഗ് ആണ്. നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു കൈയുടെ മാർക്കിൽ കൂടി നമ്മൾ റഗാളിനെ ഇതുപോലെ കറക്റ്റ് പിടിച്ചുകൊണ്ട് വന്നാൽ ഇവിടെ കണ്ടോ ഈ ഒരു മാർക്കിങ്ങിൽ നമുക്കിത് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ നമ്മുടെ തോൾ മാർക്കിങ്ങും കൈയുടെ മാർക്കിങ് കറക്റ്റായി കിട്ടും. നമ്മൾ ഇതുപോലെ ഇവിടെ ഈ ഒരു പീസിനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നിന്ന് ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിനിഷിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്കത് അങ്ങനെ ആ ഒരു പീസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ആ ഒരു ആദ്യം ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾ കൈയുടെ ഇവിടെയും തോൾ വശത്തും അതുപോലെ തന്നെ ഷോൾഡർ വശത്തും ഇവിടെയൊക്കെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ സ്ലീവിനെ നേരെ നിവർത്തി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ ഇവിടെയുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു പീസ് കണ്ടോ ഫ്രണ്ട് കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു പീസ് കണ്ടോ ഈ ഒരു മാർക്കായിട്ടുള്ള ആ ഒരു മാർക്ക് വരെ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു. കണ്ടോ ഇവിടെ നിന്നൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഈ ഒരു മാർക്ക് വരെ. ഇനി നമ്മൾ നേരെ പകുതിയായി മടക്കി വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസിൽ നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം അല്പം ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.